ലക്ഷ്യം മാത്രമല്ല നമ്മുടെ മാർഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് നേടി എന്നതിനോടൊപ്പം തന്നെ എങ്ങനെ നേടി എന്നതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിച്ചാൽ മതി, അതിൻ്റെ മാർഗമേതായാലും തരക്കേടില്ല എന്ന ചിന്തയിലേക്ക് നമ്മുടെ പുതിയ കാലഘട്ടം മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ത്രാണിയും തൻ്റെ ഇടവും ഉണ്ടാകുന്നത് വരെ നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനു വേണ്ടി അവന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചാൽ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് അള്ളാഹു പകരം നൽകും എന്നാണല്ലോ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ താല്പര്യപ്പെട്ട ഒരു കാര്യത്തെ മാറ്റിവെച്ചാൽ അതിനേക്കാൾ നല്ല ഒരു കാര്യത്തെ അള്ളാഹു അവനൊട്ടും വിചാരിക്കാത്ത മാർഗത്തിലൂടെ, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവർ നേടിക്കൊടുക്കും എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിസാരവൽക്കരിച്ചുകൊണ്ട് അത് അത്രയൊക്കെ മതി, അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പോഴത്തെ കാലത്ത് കഴിയുള്ളൂ, ഈ ഒരു മാനസികാവസ്ഥയിൽ നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന് പറ്റാത്ത, അവനൊരിക്കലും അനുഗുണമല്ലാത്ത രീതിയിലേക്ക് അതിൻ്റെ അന്ത്യമാക്കി തീർക്കുമെന്നതാണ്. ഇന്നു മാത്രമല്ല, അവൻ എന്താണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ വളരെ ക്ലേശം നിറഞ്ഞ ബുദ്ധിമുട്ടായ ഒരു കാര്യം കൊണ്ടല്ല അവനെ പരീക്ഷിക്കുക കൂടി ചെയ്യും എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവനിപ്പോൾ ഒരു ജോലിയുണ്ട്, ആ ജോലിയോടൊപ്പം അവൻ്റെ ദീനിനെ കൊണ്ടുപോകാൻ അവന് കഴിയുന്നുണ്ട്, അവൻ്റെ നിസ്കാരവും മറ്റ് ആരാധനകളൊക്കെ അല്ലലില്ലാതെ കൊണ്ടുപോകാൻ അവന് കഴിയുന്നുണ്ട്. അവൻ അതിനേക്കാൾ നല്ല ഒരു ജോലി പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ അത് ഹറാമുമായി ബന്ധപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെടുന്നതാണ്, മറ്റെന്തെങ്കിലുമായിട്ടൊക്കെ ഇടകലരുന്നതാണ്. പക്ഷേ അതിനെ അവനൊരു നിസ്സാരവൽക്കരിച്ചു. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ലാതെ സാധിക്കില്ലല്ലോ എന്ന ഒരു നിസ്സാരതയിലേക്ക് അവൻ കടന്നുപോയി കഴിഞ്ഞാൽ അള്ളാഹു അവൻ നിലകൊള്ളുന്നതിനേക്കാൾ കൂടുതൽ കഠിനമായ പ്രയാസങ്ങളെ കൊണ്ട് അവനെ പരീക്ഷിക്കുമെന്ന് മഹാനായിരിക്കുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തോടൊപ്പം തന്നെ നമ്മുടെ മാർഗവും നന്നാക്കാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു തുണക്കട്ടെ. അസ്സലാമു അലൈക്കും.